ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടോ, അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരുന്ന് വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പം ഈ ഒരു വ്യക്തി ഇപ്പോൾ 2 കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. ഒന്നുകിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ 2 സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പം അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒരു വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സമയം തികയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒന്നിനും ഒരു സമയമില്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിടുന്നതായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ ഒന്നിലധികം ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ആള് വളരെയധികം കൺഫ്യൂഷനിലാണ്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്ത് സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? യെസ്, ഇവിടെ ആ ഒരു വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മേ ബി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൂടി ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയാണ് ആ ഒരു വ്യക്തിക്കുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ മീറ്റ് ചെയ്തത്, ഈ ഒരു ജന്മം മീറ്റ് ചെയ്തത് ആ ഒരു ഡിവൈൻ്റെ ആ ഒരു പ്ലാനിങ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മം മീറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതും എല്ലാം ആ ഒരു ഡിവൈൻ്റെ ആ ഒരു പ്ലാനിങ് ആയിരിക്കും. അപ്പം എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ വളരെയധികം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടും ഉണ്ടാകാം. അപ്പം എന്തായാലും ഇവിടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും വേറൊരു സിറ്റുവേഷനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പറഞ്ഞു. അവരുടെ ജീവിതത്തിലുള്ള മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ മറ്റൊരു സിറ്റുവേഷൻ കാണുന്നത് മേ ബി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മറ്റു വ്യക്തികൾ ഇടപെടുന്നുണ്ടായിരിക്കാം. മേ ബി അത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. അപ്പം എന്തായാലും അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം കാണുന്നു. അപ്പം ആ ഒരു കാര്യത്തെയും നിങ്ങളെയും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഫാമിലിയും ഇമ്പോർട്ടൻസ് ആയിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവരെയും പിണക്കാനായിട്ട് സാധിക്കുകയില്ല, നിങ്ങളെയും പിണക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഈ ഒരു വ്യക്തി വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണിപ്പോൾ. ആള് വളരെയധികം കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ അതാണ് കാണുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, മറ്റുള്ള വ്യക്തികളുടെ ആ ഒരു കടന്നുകയറ്റം. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഫാമിലിയോട് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടക്കുന്നു. അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട്.
അതുപോലെ തന്നെ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. ചിലപ്പം പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി വരാത്തതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നതിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഈഗോ ആയിരിക്കാം. ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. മേ ബി ഈ ഒരു പേഴ്സണെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു പേഴ്സണാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് കൂടെ നിന്ന വ്യക്തിയായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഈ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ല ഈ ഒരു പേഴ്സണെ എന്തിനും ഏതിനും നിങ്ങൾ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അവരെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇവരെക്കാൾ അറിവ് ഒരുപടി മുന്നിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിനും ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും നിങ്ങളുടെ ഒരു സൊല്യൂഷനുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെയൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് ആ ഒരു വ്യക്തി. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്ത ചില കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യം, നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാനായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കാം. അപ്പം ഇതെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി കരുതുന്നതാണ് കാണുന്നത്. അപ്പം എല്ലാ സാഹചര്യത്തിലും നിങ്ങളുടെ ലൈഫിൽ എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ വളരെയധികം പോസിറ്റീവാണ്, നിങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അപ്പം ആ ഒരു വ്യക്തി എന്തിനും ഏതിനും നിങ്ങൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു സമയമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പേഴ്സണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. മേ ബി ഈ ഒരു വ്യക്തി ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിടുന്നുണ്ടായിരിക്കാം. ഈ അടുത്ത കാലത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളെ വളരെയധികം ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെയധികം ആ ഒരു പേഴ്സണെ ഇഷ്ടമാണെന്നുള്ളത് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നു. കാരണം ഏത് സിറ്റുവേഷനിലും ആ ഒരു വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ കരുതിയിട്ടുണ്ട്, അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ കൂടി ഈ ഒരു വ്യക്തിക്ക് വേദനിപ്പിക്കേണ്ടി വരുമോ എന്ന സാഹചര്യം ആ ഒരു വ്യക്തി ഭയക്കുന്നുണ്ട്. അപ്പം ആരും വേദനിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആരെയും പിണക്കാനും സാധിക്കുകയില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നു കേട്ടോ. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു സോൾ കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്കൊരു ഡിസിഷനിലേക്കോ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ നിങ്ങളോടൊരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയമുണ്ട്, മറ്റാരോടും തോന്നാത്ത ഒരു വികാരങ്ങളുണ്ട് നിങ്ങളോട്. അപ്പം അതെല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആ ഒരു ഫാമിലിയോട് ചെയ്തു തീർക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അപ്പം അതെല്ലാം ആ ഒരു വ്യക്തിയെ ഭാരപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളോട് ഒരു അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയം ഉണ്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ആൾ എല്ലാ വശങ്ങളും, നിങ്ങളുടെ ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചൊരു ഡിസിഷനിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ, ഹാങ്ഡ് മാൻ. അപ്പം ഇപ്പോൾ ആൾ സ്റ്റക്കാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആൾ സ്റ്റക്കാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പം എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള
കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം. അപ്പം അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 4 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ആ വ്യക്തി റെഡിയല്ല. കാരണം ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം ഞാനൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാം. അപ്പം നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം സ്ട്രെസ്ഡ് ആണ്. അപ്പം ചുറ്റുമുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് ഭാരപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളെ ഭയക്കേണ്ട സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. ആൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തതോ ഈ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ആളുടെ ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അതെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തി കൈവിട്ട് കളയുകയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് 4 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളെ നഷ്ടപ്പെടുത്താനും ആ ഒരു വ്യക്തിക്ക് വയ്യ, പക്ഷേ എന്നാൽ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനും ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമായിരിക്കാം. അപ്പം ആളുടെ ട്രൂ ഇൻറ്റൻഷൻ നമുക്ക് നോക്കാം. ആൾക്ക് ട്രൂ ഇൻറ്റൻഷൻ നോക്കുമ്പോഴും ആളുടെ മനസ്സിൽ കൺഫ്യൂഷനാണ്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആൾക്കറിയാം ആളൊരു ക്രോസ് റോഡിലാണ്, ഇപ്പോൾ താനൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ള ആൾക്കറിയാം. പക്ഷേ ആളൊരു ഡിസിഷൻ എടുക്കാത്തത് മറ്റു വ്യക്തികളെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വേദനിക്കുമോ എന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി വരാത്തത്. നോക്കാം എന്ത് സാഹചര്യമാണ് ഇവർക്ക് ഒരു ഡിസിഷൻ അവരുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കാത്തത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറൊരു സിറ്റുവേഷൻ കൂടി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഇറങ്ങി വരാത്തത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാത്തത് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിനും ആ ഒരു വ്യക്തിയുടെ അറ്റൻഷനും വേണ്ടി നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം ഇവിടെ അതിനൊന്നും ഒരു റിസൾട്ട് ഇല്ലാത്തതാണ് കാണുന്നത്. അപ്പം എന്തായാലും ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റാർക്കെങ്കിലും വേദനിക്കേണ്ടി വരുമോ എന്നൊരു സാഹചര്യം ഇവിടെ കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ ആ ഒരു എനർജി കിട്ടുന്നില്ല കേട്ടോ. കാരണം 3 എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുക്കമല്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. ആ ഒരു വ്യക്തി ആരെയൊക്കെ ഭയക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കടമുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തതിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സങ്കടമുള്ളതായിട്ട് കാണുന്നു. അപ്പം എന്തായാലും ആ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം സങ്കടമുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കില്ല, ആ ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളെ കൈവിട്ട് കളയുകയില്ല. അപ്പം ആ ഒരു വ്യക്തിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ നിങ്ങളോടൊരു അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയം ഈ ഒരു പേഴ്സണുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒരു പ്രണയവും അല്ല നിങ്ങളുടേതെന്ന് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സോൾമേറ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസുകൾ ഉണ്ടാക്കുന്നത് മറ്റുള്ള സാഹചര്യങ്ങളാണ്. മേ ബി അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ഫാമിലി ആയിക്കോട്ടെ. അപ്പം എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോഴും ഇപ്പോൾ ആ ഒരു വ്യക്തി നെക്സ്റ്റ് ആക്ഷൻ എടുക്കുകയില്ല.
ആ ഒരു വ്യക്തിയുടെ ചുറ്റും ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്. അതെല്ലാം ആ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോഴും ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. അതുകൊണ്ട് ആ ഒരു എനർജിയാണേ. ഇനി ആ ഒരു പേഴ്സൻ്റെ സോൾ മെസ്സേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജ്. പേജ് ഓഫ് വാൻസ്, ടെൻ ഓഫ് വാൻസ്, Knight of Pentacles, Seven of Swords, Two of Cups. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കട്ടെ. Two of Pentacles, Seven of Wands, Four of Pentacles, Hermit, Magician. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ഹാങ്ഡ് മാനാണ്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് ആദ്യമേ പറയുന്നത്. എനിക്ക് നിന്നോടൊരു ശക്തമായ ആകർഷണം അനുഭവപ്പെടുന്നു, പക്ഷെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എന്നെ ഭാരപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം സ്റ്റക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് നീയുമായി ഒരു ആത്മബന്ധം തോന്നുന്നു. എൻ്റെ സോൾമേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ കാണുന്നു. മേ ബി നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. എന്തായാലും നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നു. നിങ്ങൾക്ക് ഈ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നു. യൂണിവേഴ്സ് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകളും ഉണ്ടെന്ന് കാണുന്നു. സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷകൾ ഉപേക്ഷിക്കാതെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളുടെ ബന്ധത്തെ കാണാനായിട്ട് ശ്രമിക്കുക. അത് ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അതാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ഞാൻ പറഞ്ഞു. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ആദ്യമേ ആ ഒരു സ്പ്രെഡ് വായിച്ചതുപോലെ തന്നെ ആ ഒരു വ്യക്തി ആരെയൊക്കെ ഭയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എസ്കേപ്പ് ചെയ്ത് വരാനായിട്ട് ഇപ്പോൾ വളരെയധികം ഭയമുള്ളതായിട്ട് കാണുന്നു. എന്തായാലും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സോൾമേറ്റ് ആണെന്ന് ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അല്ലെ നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ലൈഫിൽ കൊടുക്കുന്നതെന്നും അതുപോലെ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടായാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോകില്ല എന്നുള്ള ആ ഒരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കും.